ആഗോള സാമ്പത്തിക രംഗത്ത് വൻ ശക്തിയായി മാറുന്ന ഭാരതത്തിന്റെ കുതിപ്പ് വ്യക്തമാക്കുന്ന പുതിയ കണക്കുകൾ പുറത്ത്. ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം 2ാം സ്ഥാനത്ത്. ആഗോള GDP വളർച്ചയുടെ 17% ഭാരതത്തിന്റെ സംഭാവന. ലോക സാമ്പത്തിക ക്രമത്തിൽ മുൻപന്തിയിലുള്ള അമേരിക്കയുടെ സംഭാവന 10% താഴെ. ഇങ്ങനെ അമേരിക്ക ചുരുങ്ങിപ്പോകുമ്പോഴാണ് ഭാരതം ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ലോകത്തെ ഭാരതം നിയന്ത്രിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ല, കണക്കുകൾ കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നോക്കൂ, ആഗോള GDP വളർച്ചയിൽ 17% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൻ രാഷ്ട്രമായി ഭാരതം മാറുകയാണ്. എന്താണ് ഈ കണക്കുകളിൽ പറയുന്ന കാര്യങ്ങൾ? നീലിമ, തീർച്ചയായും ആഗോള GDP വളർച്ചയുടെ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യ 10 കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മൊത്തം 10 കോൺട്രിബ്യൂട്ടേഴ്സിനെ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്ത്, അതായത് ഒന്നാമത് ചൈന, രണ്ടാമത് ഭാരതം എന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ കണക്കുകൾ പ്രകാരം നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആഗോള GDP വളർച്ചയുടെ, അതായത് 3.4% ആഗോള GDP വളർച്ച. ഈ ആഗോള GDP വളർച്ചയുടെ 17% സംഭാവന ചെയ്യുന്നത് ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിൻ്റെ 8%-ലേറെ വരുന്ന, അല്ലെങ്കിൽ 8%-ഓട് അടുത്ത് നിൽക്കുന്ന ഒരു GDP വളർച്ചയുടെ കോൺട്രിബ്യൂഷനാണ് ഇതിൻ്റെ 2ാം സ്ഥാനത്ത് ഭാരതത്തെ എത്താൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന ഒരു ഘടകമായി മാറിയിരിക്കുന്നത്. 17%-ഓളം ആഗോള GDP-യുടെ ഭാഗം ഭാരതത്തിൽ നിന്നാണ് എന്നാണ് ഈ കണ്ടെത്തലിൻ്റെ ഭാഗമായുള്ള, പഠനത്തിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 26.6% ചൈനയുടെ കോൺട്രിബ്യൂഷൻ. ഒന്നാമത് ചൈനയും രണ്ടാമത് ഭാരതവുമാണ്. അതേസമയം അമേരിക്ക, നമുക്കറിയാവുന്നതാണ്, വൻ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ വളർച്ചാ തോതിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 9.9, 10% തികഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് 4ാം സ്ഥാനത്തേക്ക് പരിശോധിക്കുമ്പോൾ ആ 7 രാജ്യങ്ങളും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, അതായത് ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 17% 4ാമത്തെ രാജ്യമായ ഇന്തോനേഷ്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3.8% മാത്രമാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 3 രാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 17% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മാത്രമല്ല അമേരിക്കയേക്കാൾ ഏതാണ്ട് 7%-ലേറെ, 7.1% തന്നെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഭാരതത്തിൻ്റെ GDP വളർച്ച എന്നതും. മാത്രമല്ല 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം 3.8 എന്നത്, അതായത് ആ വളർച്ചാ നിരക്ക്, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളർച്ചയുടെ നിരക്ക് 3.8% മാത്രം എന്ന് പറയുമ്പോൾ ഭാരതം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾ ഭാരതം നേരിടുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജനസംഖ്യ തന്നെയാണ്. മറ്റു പല കാര്യങ്ങളും ഭാരതം നേരിടുന്ന ഒരു വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ, വെല്ലുവിളികളും മറികടന്ന്, കോവിഡിൻ്റെ വരെ പ്രശ്നങ്ങൾ മറികടന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വളർച്ച ഭാരതം കാണിക്കുന്നതും ആ വളർച്ച ലോക സാമ്പത്തിക വളർച്ചയുടെ ഘടകമായി മാറുകയും ചെയ്യുന്നത്. 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയുടെ സംഭാവന എന്ന് പറയുന്നത് 0.9% മാത്രമാണ് എന്നതാണ് ഈ 17%-ൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4ാമത്തെ മികച്ച സാമ്പത്തിക ശക്തിയായി അതിശക്തമായി മുന്നേറുന്ന ഭാരതം ഈ അടുത്ത ദിവസങ്ങളിൽ പോലും, അതായത് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷം പോലും 7%-ലേറെ വളർച്ച ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് വേൾഡ് ബാങ്കും IMF-ഉം അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ. മൂഡീസിൻ്റെ കണക്കുകളും അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. റിസർവ് ബാങ്കിൻ്റെ കണക്കുകളും 7%-ലധികം വളർച്ച കൈവരിക്കുമെന്ന സൂചനകൾ നൽകുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ 7% കൺസിസ്റ്റൻ്റായ, അതായത് 6.5-നും 8.3-നും ഇടയിൽ ഒരു കൺസിസ്റ്റൻ്റായ വളർച്ച ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് 17% ആഗോള GDP വളർച്ചയുടെ ഭാഗമാകാൻ ഭാരതത്തിന് സാധിക്കുന്നത് എന്നാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഐസൺ, ഈ ലോക സാമ്പത്തിക ക്രമം പരിശോധിച്ചാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അതിൽ മേധാവിത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ് ചൈന. പക്ഷേ ഭാരതം ആ ഒരു ലെവലിലേക്ക്, ആ ഒരു സ്റ്റാറ്റസിലേക്ക് ഉയർന്നിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഏതാണ്ട് ഒരു ദശകത്തിനടുത്ത് മാത്രമാണ് നമ്മുടെ ഈ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആ അന്തരം. ചൈന 26.6% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് അത് 17% എന്ന് പറയുമ്പോൾ എത്ര ത്വരിതഗതിയിലുള്ള GDP വളർച്ചയാണ് രാജ്യത്തിനുണ്ടാകുന്നത്? അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രമാത്രം സംഭാവന ഭാരതത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെ വലിയൊരു ഫിഗറാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനുദിനം കുതിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനുദിനം കുതിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് അതിശക്തമായ വളർച്ചയുടെ ഘടകങ്ങളാണ് ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുക. അത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായാലും, അതുപോലെ തന്നെ കാർഷികോൽപാദനത്തിൻ്റെ ഭാഗമായാലും, വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായാലും, അതുപോലെ തന്നെ ഓയിൽ റിഫൈനറി, പശ്ചാത്തല സൗകര്യ വികസനം, ഇത്തരത്തിൽ ഏത് ഘടകങ്ങൾ പരിശോധിച്ചാലും കൃത്യമായൊരു വളർച്ചാ നിരക്ക് കാണിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ GDP-യിലും കൃത്യമായൊരു വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ചൈനയെ
ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന കാലങ്ങളായി വൻതോതിൽ വികസന രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ നമുക്കറിയാവുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം മാസ് പ്രൊഡക്ഷനാണ്. മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുള്ള വിപണി അതിശക്തമായി ഇടപെട്ട് ആ വിപണിയിൽ ഇടപെടുന്ന അത്രയും ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുക എന്ന കൃത്യമായൊരു നീക്കമാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് കാലങ്ങളായി ഉണ്ടാകുന്നത്. 10-30 വർഷത്തോളമായി അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ നയ രീതികളെല്ലാം തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചൈന കൈവരിക്കുന്നത് ചൈനയുടെ ഭാഗമായി ചൈന ഈ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഭാഗമാകുന്നത് 26.6% മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അതിന് തൊട്ട് താഴെ, അതായത് കേവലം അതിന് 10% പോലും താഴെയല്ലാത്തൊരു പൊസിഷനിൽ ഭാരതം എത്തി നിൽക്കുന്നത് എന്നതാണ്. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് ചൈനയും ഭാരതവും മാത്രം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് GDP-യുടെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുന്നത് 43.6%. അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഏതാണ്ട് പകുതിയോളം ഈ രണ്ട് രാജ്യങ്ങളും കൂടി സംഭാവന ചെയ്യുന്നു. അതുപോലെ തന്നെ ഏഷ്യ പസഫിക് ചേർന്ന് അത് 50%. അത് ഏഷ്യ പസഫിക് രാജ്യങ്ങളാണ് വളർച്ചയുടെ 50%, ലോകത്തിൻ്റെ വളർച്ചയുടെ 50%വും ഭാഗമാകുന്നത് എന്ന കൃത്യമായൊരു കണക്കുകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമാകുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേകളുടെ അല്ലെങ്കിൽ അനുബന്ധ സർവേകളുടെ കണക്കുകളിൽ നിന്നും ലഭ്യമാകുന്ന അപ്രൈസലാണ് ഈ കണക്കുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ടാബുലേഷനിലേക്ക് എത്തുന്നത്. ആ ഒരു ടാബുലേഷനിലാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ഉൾപ്പെടുന്ന ആ സംവിധാനങ്ങളുടെ ഭാഗമായുള്ളൊരു സംവിധാനത്തിലാണ് ഇത്രയും കൃത്യമായൊരു കണക്ക് നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നതും ഒരു ഗൗരവമേറിയ വിഷയമാണ്. ഭാരതം ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആശയത്തിലൂടെ മുന്നോട്ട് കുതിക്കുന്നു എന്നതിനെ മികച്ച ഉദാഹരണം തന്നെയാണ് ഈ 17% എന്നുള്ളതും കൺസിസ്റ്റൻ്റായ വളർച്ച. അതായത് വളർച്ച കേവലം ഏതെങ്കിലും ഒരു വർഷം വളർച്ച കാണിക്കുന്നതല്ല, മറിച്ച് കൺസിസ്റ്റൻ്റായ തുടർച്ചയായ ഒരു വളർച്ച കൃത്യമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഗോള GDP-യുടെ ഭാഗമാകുന്നതിൻ്റെ കണക്കിൻ്റെ റാങ്കിങ്ങിലേക്ക് വരിക. അത്തരത്തിൽ റാങ്കിങ്ങിൽ 17% എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് തുടർച്ചയായി സംബന്ധിച്ച് ആത്മാഭിമാനം പകരുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയായി ഭാരതം അങ്ങനെ നിൽക്കുകയാണ്.